വാർത്തകൾ വിശദമായി. നഗരഗ്രാമ വ്യത്യാസമില്ലാതെ പൊതുഗതാഗത സംവിധാനം ശക്തിപ്പെടുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി വി.എൻ. വാസവൻ. കെഎസ്ആർടിസിയെ നഷ്ടത്തിൽ നിന്നും കരകയറ്റേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പൊതുഗതാഗത സംവിധാനം നിലവിലില്ലാത്ത സ്ഥലങ്ങളിൽ ബസ് റൂട്ടുകൾ നിർദ്ദേശിക്കുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് ഏറ്റുമാനൂർ വ്യാപാര ഭവൻ ഹാളിൽ സംഘടിപ്പിച്ച ജനകീയ സദസ്സിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി വി.എൻ. വാസവൻ. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് പൊതുഗതാഗതം ശക്തിപ്പെടുത്തി ഈ മേഖലയെ സംരക്ഷിക്കാൻ, ഒപ്പം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൂടാതെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിയണമെന്നുള്ളതാണ് നമുക്ക് പ്രധാനമായും ഇത്തരം യോഗങ്ങൾ കൂടി ലക്ഷ്യമിടുന്നത്. പുതിയതായി നമുക്ക് പൊതുഗതാഗതം ശക്തിപ്പെടുത്തി പ്രായോഗികമായി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ കഴിയും. അതേപോലെ തന്നെ എങ്ങനെ KSRTC ഉൾപ്പെടെ നമുക്ക് ലാഭകരമായിട്ട് മാറ്റാൻ കഴിയുന്ന ക്രിയാത്മക നിർദ്ദേശങ്ങൾ, അതേപോലെ പുതിയതായി നമുക്ക് ഇപ്പോൾ ചില ഗ്രാമപഞ്ചായത്തുകൾ, ചില ബ്ലോക്ക് പഞ്ചായത്തുകൾ മുൻകൈയെടുത്ത് ഗ്രാമവണ്ടി എന്ന ആശയം തുടങ്ങിയിട്ടായി. ആ ഗ്രാമവണ്ടി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പൊതുവെ നല്ല രൂപത്തിലുള്ള ഡിമാൻഡാണ്. അത് ലാഭകരമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് ഉൾപ്പെടെ, അതിൻ്റെ ഡീസൽ ഉൾപ്പെടെ ആ കാര്യങ്ങളെല്ലാം ചുമതലകളും നിർവഹിക്കേണ്ടത് ബ്ലോക്ക് പഞ്ചായത്ത് അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തുകളാണ്. അപ്പോൾ അവരെ സംയുക്തമായി യോജിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ജില്ലയിൽ തന്നെ ചില സ്ഥലത്ത് തുടങ്ങിയതൊക്കെ തന്നെ വളരെയേറെ പ്രയോജനം ചെയ്യുന്നുണ്ട്. കൂടുതലായി ചില ഡിമാൻഡുകളും വന്നിട്ടുണ്ട്. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ.വി. ബിന്ദു വിഷയാവതരണം നടത്തി. നഗരസഭാ അധ്യക്ഷ ലൗലി ജോർജ്, ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ, വൈസ് പ്രസിഡന്റ് A.M. ബിന്നു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ അജയൻ കെ. മേനോൻ, ജോസ് അമ്പലക്കുളം, ധന്യ സാബു, വിജി രാജേഷ്, VK പ്രദീപ് കുമാർ, RTO കെ. അജിത് കുമാർ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ റോഷൻ സാമുവൽ, പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ജാക്സൺ C. ജോസഫ് എന്നിവർ സംസാരിച്ചു. ജാതിമത കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കർഷകർ ഒന്നിച്ചു നിന്നാൽ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്ന് നെൽകർഷക സംരക്ഷണ സമിതി. കർഷകർ അസംഘടിതരായതുകൊണ്ടാണ് നിരവധിയായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നതെന്നും സമിതി നേതാക്കൾ പറഞ്ഞു. നെൽകർഷക സംരക്ഷണ സമിതിയുടെ 1ാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി നടത്തിയ നെടുമുടി യൂണിറ്റ് തല യോഗത്തിലാണ് സമിതി നേതാക്കൾ തങ്ങളുടെ നയം വ്യക്തമാക്കിയത്. സമിതി സംസ്ഥാന പ്രസിഡന്റ് റെജിന അഷ്റഫ് യോഗം ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും ഒന്നിച്ച് നിൽക്കണം. അങ്ങനെ ഒന്നിച്ച് നിന്നാൽ മാത്രമേ നമ്മുടെ ആവശ്യങ്ങളെല്ലാം സാധിച്ചെടുക്കാൻ നമുക്ക് സാധിക്കൂ. ഓരോ നെൽകർഷകനും അവൻ നിലമൊരുക്കുന്നത് തൊട്ട് നെല്ല് സംഭരണം വരെ വളരെ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് മുന്നോട്ട് പോകുന്നത്. കറക്റ്റ് മണ്ണിനിറങ്ങി പണിയെടുക്കുന്നവരാണെങ്കിൽ നമ്മളൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. അറിയാമല്ലോ നമ്മുടെ അവസ്ഥ. മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഇതിനോടെല്ലാം പൊതുവിയാണ് നമ്മൾ അവസാന ഘട്ടം വരെ എത്തുന്നത്. അവസാന ഘട്ടം നെല്ലെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെയും മാസങ്ങളോളം നമ്മൾ കാത്തിരിക്കുമ്പോൾ നമ്മുടെ പണത്തിന് വേണ്ടി. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 4 മാസം നമ്മൾ വരുമാനമില്ലാതെ തൊഴിൽ ചെയ്തതിന് ശേഷം പിന്നെയും 4-5 മാസക്കാലം നമ്മൾ പണത്തിന് വേണ്ടി തേടുന്ന ഒരവസ്ഥ. ഈ ഒരവസ്ഥ ഉണ്ടായത് തന്നെ നമ്മൾ അസംഘടിതരായതുകൊണ്ട് തന്നെ. തീർച്ചയായും നമ്മൾ സംഘടിക്കുന്നു എന്ന് കണ്ടാൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. അതിനകത്ത് ഒരിക്കലും ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും ആരും പറയേണ്ട കാര്യമില്ല. കാരണം നമ്മൾ നെൽകർഷകനാണ്. ആ ഒരൊറ്റ കാര്യം വന്ന് നമുക്ക് ഒന്നിച്ചു നിന്ന് മുന്നോട്ട് പോകാം. നമ്മുടെ സംഘടനയിൽ തന്നെ നിങ്ങൾക്കറിയാം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പ്രവർത്തിക്കുന്നവരുമുണ്ട്. നമ്മൾ ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ പറയുള്ളൂ, സംഘടനയ്ക്കകത്ത് രാഷ്ട്രീയം പറയൂ. 122A പൊങ്ങ സർവീസ് സഹകരണ സംഘം ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ NKSS സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV ഷാജി അധ്യക്ഷനായിരുന്നു. സമിതി ഭാരവാഹികളായ സോണിച്ചൻ പുളിങ്കുന്ന്, ലാലിച്ചൻ പള്ളിവാതുക്കൽ, PR സതീശൻ, കാർത്തികേയൻ കൈനഗരി, ജോഷി നെടുമുടി തുടങ്ങിയവർ സംസാരിച്ചു. സമിതി കോർഡിനേറ്റർ ജോസ് കാവനാട് സംസ്ഥാന സമ്മേളനത്തിന്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തു. സമ്മേളനത്തിന്റെ വിജയത്തിനായി 15 അംഗ സംഘാടക സമിതിയെ രൂപീകരിച്ചു. ലാലിച്ചൻ പള്ളിവാതുക്കലിനെ ചെയർമാനായും KV ഷാജിയെ കൺവീനറായും തെരഞ്ഞെടുത്തു. PS തോമസാണ് ജോയിന്റ് കൺവീനർ. NC തോമസ് 108നെ പബ്ലിസിറ്റി കൺവീനറായും തെരഞ്ഞെടുത്തു. ഓഗസ്റ്റ് 16 മുതൽ 18 വരെ കുട്ടനാട്ടിലെ മാമ്പുഴക്കരയിലാണ് നെൽകർഷക സംരക്ഷണ സമിതിയുടെ 1ാം സംസ്ഥാന സമ്മേളനം. കാരുണ്യ കരുതലായ ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ മേഴ്സി ഹോം സുവർണ ജൂബിലി നിറവിൽ. ജൂബിലി മഹാസംഗമം പ്രൗഢഗംഭീരം.
ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മഹനീയ മാതൃകയായ ചെത്തിപ്പുഴ മേഴ്സി ഹോമിന്റെ 1 വർഷം നീണ്ടുനിന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്കാണ് ഞായറാഴ്ച തിരശ്ശീല വീണത്. ഉച്ചകഴിഞ്ഞ് 2:30 ക്രിസ്തുജ്യോതി സ്കൂൾ ഓഡിറ്റോറിയത്തിലായിരുന്നു മഹാസംഗമം ആയി മാറിയ സമാപന സമ്മേളനം. സമ്മേളനം സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. പരിചരിക്കുന്നതും പരിരക്ഷിക്കുന്നതും നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ്. അതൊരു സാമൂഹ്യ സേവനമല്ല. സാമൂഹ്യ സേവനം എന്നൊക്കെ ഇവരുടെ നമ്മളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അത് ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നു. വഴിയിൽ വീണ തിരുവോസ്തി പൂജയോടുകൂടെ കുമ്പിട്ട് വണങ്ങുന്നത് പോലെയാണ് ഈ കുട്ടികളെ ഇവിടുത്തെ അമ്മമാര് കുളിപ്പിക്കുന്നതും വൃത്തിയാക്കുന്നതും. കുളിപ്പിച്ച് പുതിയ വസ്ത്രം കൊടുത്തിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും അത് മാറ്റേണ്ട വരും. നിങ്ങൾക്കറിയാം, ഈ ശുശ്രൂഷരംഗത്ത് നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനം പരിശോധിച്ചാലേ നിങ്ങൾക്കറിയാം. സമ്മേളനത്തിൽ SD സുപ്പീരിയർ ജനറൽ മദർ ലിസ് ഗ്രേസ് അധ്യക്ഷയായിരുന്നു. ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പെരുന്തോട്ടം സ്മരണിക പ്രകാശനം ചെയ്തു. കൊടിക്കുന്നിൽ സുരേഷ് MP മുഖ്യ പ്രഭാഷണവും, ശംഷാബാദ് രൂപത സഹായ മെത്രാൻ മാർ തോമസ് പടിയാത്ത്, ചെത്തിപ്പുഴ ആശ്രമം പ്രിയോർ ഫാദർ തോമസ് കല്ലുകളം എന്നിവർ അനുഗ്രഹ പ്രഭാഷണവും നടത്തി. സെന്റ് ജോസഫ് പ്രോവിൻസ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ മദർ ദീപ്തി ജോസ് SD ആമുഖ സന്ദേശം നൽകി. ചാരിറ്റി വേൾഡ് ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ പുന്നശ്ശേരി, വാഴപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിജയകുമാർ, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി ജിലു മരി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. മേഴ്സി ഹോം വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ സമ്മേളനത്തിന് മിഴിവേകി. ദുരന്തം പെയ്തിറങ്ങിയ വയനാടിനെ ചേർത്ത് പിടിക്കാൻ സൈക്കിൾ വാങ്ങണമെന്ന മോഹം ഉപേക്ഷിച്ച് 2 കുരുന്നുകൾ. സൈക്കിൾ വാങ്ങാനായി കുടുക്കകളിൽ സൂക്ഷിച്ച സമ്പാദ്യം വയനാടിന് സ്വാന്തനമേകാനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുകയായിരുന്നു ഈ കുരുന്നുകൾ. അമ്പലപ്പുഴ വടക്കു പഞ്ചായത്ത് 17-ാം വാർഡ് നീർക്കുന്നം മഠത്തിൽ വീട്ടിൽ ജോഷി ഗീതു ദമ്പതികളുടെ 10ഉം 5ഉം വയസ്സുള്ള മക്കളായ മിലൻ, മോഹൻ എന്നിവരാണ് സമ്പാദ്യ കുടുക്കയിലെ പണം ദുരിതബാധിതർക്കായി നൽകിയത്. സ്വന്തമായി സൈക്കിൾ വേണമെന്ന മോഹത്തെ തുടർന്നാണ് ഇരുവരും കുടുക്കകളിൽ പണം നിക്ഷേപിച്ചു തുടങ്ങിയത്. ഇതിനിടയിലാണ് നാടിനെ കണ്ണീരിലാഴ്ത്തി വയനാട്ടിൽ ദുരിതം പെയ്തിറങ്ങിയത്. ഇതോടെയാണ് സൈക്കിൾ എന്ന സ്വപ്നം ഉപേക്ഷിച്ച് 2 വർഷമായി സ്വരുക്കൂട്ടിയ സമ്പാദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാൻ ഇരുവരും തീരുമാനിച്ചത്. എച്ച് സലാം MLA സമ്പാദ്യ കുടുക്കകൾ ഏറ്റുവാങ്ങി. രണ്ടുപേരെ അവർ 2 കുടുക്കുകളിൽ കുറേയധികം പൈസ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ്. അവരുടേതായ ചെറിയ ആവശ്യം നിറവേറ്റാൻ പല ദിവസങ്ങളായി സൂക്ഷിച്ചു വെച്ച അവരുടെ ആകെ സമ്പാദ്യമാണ്, ആ കുട്ടികളുടെ ആകെ സമ്പാദ്യമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഇപ്പോൾ അവർ നൽകിയത്. നമ്മളെല്ലാം ഇന്ന് വിറങ്ങലിച്ച് നിൽക്കുന്ന വയനാട് ദുരന്തം ഒരുപാട് കുഞ്ഞുമക്കളും ഒരു നാടൊന്നാകെയും ഒഴുകിപ്പോയി, മണ്ണിൽ പൂണ്ടുപോയി. ഇപ്പോഴും കണ്ടെത്തപ്പെടാത്തവരെ കുറിച്ചുള്ള വിവരങ്ങൾ വേണ്ടത്ര കിട്ടാതിരിക്കുന്നു. മറ്റൊരു സംഭവത്തോട് നമുക്ക് സാമ്യപ്പെടുത്താൻ കഴിയാത്ത ദാരുണമായ, നമ്മുടെ മനസ്സിനെ ആകെ പിടിച്ചുലയ്ക്കുന്ന ഒരു ദുരന്തമാണ് നമുക്ക് അനുഭവിക്കേണ്ടി വന്നത്. അത്തരമൊരു സന്ദർഭത്തിൽ അവിടെ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുമക്കളുടെ പ്രായത്തിലുള്ള 2 കുട്ടികളാണ് അവരുടെ സമ്പാദ്യം ആ വയനാടിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായി ഈ നിധിയിലേക്ക് അവർ തന്നിട്ടുള്ളത്. ആ കൊച്ചുകുട്ടികളുടെ ആ വലിയ മനസ്സിന് അങ്ങേയറ്റം ഈ സന്ദർഭത്തിൽ അവരെ അഭിനന്ദിക്കുന്നു. മോഹൻ പുന്നപ്ര സെന്റ് അലൂഷ്യസ് സ്കൂളിലെ 4ാം ക്ലാസ്സിലെയും മിലൻ പുന്നപ്ര കാർമൽ സ്കൂളിൽ LKGയിലെയും വിദ്യാർത്ഥികളാണ്. ആലപ്പുഴ തത്തമ്പള്ളിയിൽ തെരുവുനായ ആക്രമണം. 15ഓളം പേർക്ക് നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. തെരുവുനായയെ പിന്നീട് നാട്ടുകാർ ചേർന്ന് പിടികൂടി. ആലപ്പുഴ തത്തമ്പള്ളി സെന്റ് മൈക്കിൾസ് പള്ളിക്ക് സമീപമാണ് ഞായറാഴ്ച രാവിലെ തെരുവുനായ ആക്രമണം ഉണ്ടായത്. പള്ളിയിൽ നിന്ന് മടങ്ങുകയായിരുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. നായയുടെ കടിയേറ്റ് പരിക്കുപറ്റിയവരെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിലും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ആക്രമിച്ച നായയെ പിന്നീട് നാട്ടുകാർ ചേർന്ന് പിടികൂടി. വിവരം അറിയിച്ചതനുസരിച്ച് വെറ്റിനറി ഡോക്ടർ എത്തി നായയ്ക്ക് ഇഞ്ചക്ഷൻ നൽകി. സംഭവം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും
ബന്ധപ്പെട്ട അധികാരികൾ ആരും തന്നെ സ്ഥലത്തെത്തിയില്ല എന്ന പരാതി ഉയർന്നിട്ടുണ്ട്. പത്തമ്പള്ളി പള്ളിയുടെ പരിസരത്ത് രാവിലെ 8 മണി മുതൽ തെരുനായ ശല്യം. ഏകദേശം 15ഓളം ആൾക്കാരെ കടിച്ച് അവർ വിവിധ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. തെരുവുനായ 1 മണിക്കൂർ മുൻപ് 2 മണിക്കൂർ മുൻപ് ഇവിടെ ജനങ്ങളെ ഇടവക്കാർ പിടിച്ചു നിർത്തിയിട്ട് ഇതുവരെ ഔദ്യോഗികമായ യാതൊരു പ്രതികരണവും അധികാരികളുടെ ഭാഗത്തുണ്ടായിട്ടില്ല. ഇവിടെ തെരുനായുടെ ശല്യം വളരെ ശല്യമാണ്. പള്ളിയും പള്ളിക്കൂടമുള്ള ദേവാലയത്തിലേക്ക് വരുന്ന കുട്ടികളെ അധ്യാപകരെ വളരെ കടിച്ചു പറിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ചവരെ ഓടിച്ചിട്ട് വീഴിച്ചു. ഇവിടെ പിടിച്ചു കെട്ടിയിട്ട് ഏകദേശം 3 മണിക്കൂറോളമായിട്ട് ഒരു വെറ്ററിനറി ഡോക്ടർ വന്ന് ഇഞ്ചക്ഷൻ കൊടുത്ത് തിരിച്ചു പോയതില്ലാതെ ഏകദേശം 10 പട്ടികളെ കടിച്ചിട്ടുണ്ട് തെരുവുനായ. യാതൊരു പ്രതികരണവും ഇതുവരെ ഔദ്യോഗിക സ്ഥാനത്തുണ്ടായില്ല. ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, നാട്ടുകാർ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ആകാംക്ഷയിലാണ്. 15ഓളം പേര് വണ്ടാനം മെഡിക്കൽ കോളേജിലും ജില്ലാ ആശുപത്രിയിലെ ചികിത്സയിലാണ്. ഏകദേശം 10 പട്ടികളിൽ കൂടുതൽ തെരുവുനായ്ക്കൾ ഇത് കടിച്ചിട്ടുണ്ട്. കടിച്ച പട്ടികൾ ഇപ്പോഴും പള്ളി സെന്റ് മൈക്കിൾസ് ദേവാലയത്തിന് മുൻപിലുണ്ട്. ആൾക്കാർക്ക് പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ ഭയപ്പാടോടെ നിൽക്കുക. ഇത് നമ്മൾ ആരോട് പറയും? എന്ത് അധികാരിയുടെ ഭാഗത്ത് നിന്ന് എത്രയും പെട്ടെന്ന് ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് ജനങ്ങൾ ഒന്നായി ആവശ്യപ്പെട്ടത്. ആലപ്പുഴ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും തെരുവുനായ ശല്യം ഏറെയാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഒരാഴ്ച മുമ്പ് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറാൻ പ്ലാറ്റ്ഫോമിൽ കാത്തുനിന്ന യുവാവിന് നായയുടെ കടിയേറ്റിരുന്നു. കുറിച്ചി പഞ്ചായത്തിൽ ചാലച്ചിറ കല്ലുകടവ് കോയിപ്പുറം റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സമരം ശക്തമാകുന്നു. തിങ്കളാഴ്ച വൈകുന്നേരം 5:30 കോയിപ്പുറം ജംഗ്ഷനിൽ നിന്നും ചാലച്ചിറയിലേക്ക് റോഡ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സമര സന്ദേശയാത്ര നടത്തും. വിവിധ വിദ്യാലയങ്ങളിലേക്കും ആരാധനാലയങ്ങളിലേക്കും ആശുപത്രികളിലേക്കും നിരവധി ആൾക്കാർ ആശ്രയിക്കുന്ന റോഡാണ് കോയിപ്പുറം ചാലച്ചിറ റോഡ്. ഈ റോഡ് 10 മാസങ്ങൾക്ക് മുമ്പ് പുനർനിർമ്മാണത്തിനായി വെട്ടിപ്പൊളിച്ചെങ്കിലും നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിച്ച നിലയിലാണ്. ഇതുമൂലം പ്രദേശത്തെ നിരവധി പേർ യാത്രാ ദുരിതം നേരിടുകയാണ്. ഈ സാഹചര്യത്തിലാണ് അധികൃതരുടെ കണ്ണു തുറപ്പിക്കുന്നതിനായി പ്രതിഷേധ സമരം നടത്തുന്നതെന്ന് റോഡ് സംരക്ഷണ സമിതി കൺവീനർ ഉണ്ണികൃഷ്ണൻ നായർ തട്ടാട്ട് KCV ന്യൂസ് പ്രതിനിധിയോട് പറഞ്ഞു. ചാലച്ചിറ കോയിപ്പുറം റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാളെ ഇത്തിത്താനം നിവാസികൾ കോയിപ്പുറം ജംഗ്ഷനിൽ നിന്നും ചാലച്ചിറയിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ്. ഇത്തിത്താനം ഹയർ സെക്കൻഡറി സ്കൂള്, ഇത്തിത്താനം ഗവൺമെൻറ് LP സ്കൂള്, ഇളങ്കാവ് ദേവസ്വം ക്ഷേത്രം, ചെത്തിപ്പുഴ സെൻറ് തോമസ് ഹോസ്പിറ്റൽ തുടങ്ങി നിരവധി സ്ഥാപനങ്ങളെ ബന്ധിപ്പിക്കുന്ന ഇത്തിത്താനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സഞ്ചാര മാർഗമാണ് ഈ റോഡ്. 10 മാസങ്ങൾക്ക് മുമ്പ് 1.5 കോടി രൂപ അനുവദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം നടത്തുകയും റോഡ് കിളച്ചുമറിക്കുകയും ചെയ്തു. ഇന്ന് യാത്രാ സ്വാതന്ത്ര്യം ഈ നാട്ടുകാർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ബസ്സുകൾ റൂട്ട് മാറി ഓടുകയാണ്. ഈ ദുസ്ഥിതിക്കെതിരെ സർക്കാരിന് ഒരു ഭീമഹർജി നൽകുവാനും ഒപ്പം ഒരു പ്രതിഷേധ മാർച്ച് സമരത്തിൻ്റെ 1ാം ഘട്ടമെന്ന രീതിയിൽ നടത്തുവാനും ഈ പ്രദേശവാസികൾ ഒരു ജനകീയ പ്രതിരോധ സമിതി ഉണ്ടാക്കിക്കൊണ്ട് തീരുമാനിച്ച് നടപ്പിലാക്കുകയാണ്. ഇതിൽ ഏവരുടെയും സാന്നിധ്യം ഞങ്ങൾ സാദരം അഭ്യർത്ഥിക്കുകയാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേയാണ് സമരം നടത്തുന്നതെന്നും ജനങ്ങളുടെ ആവശ്യം എന്ന നിലയ്ക്ക് വലിയ പ്രാധാന്യത്തോടെയാണ് ഈ പ്രശ്നത്തെ നേരിടുന്നതെന്നും ഉണ്ണികൃഷ്ണൻ നായർ പറഞ്ഞു. സമിതി ഭാരവാഹികളായ R. രാജഗോപാൽ, ബാബു കോയിപ്പുറം, ടോജോ ചിറ്റേട്ടുകളം, KR വാസുദേവൻ നായർ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകും. 2018 പ്രളയം ഒരു കുട്ടനാട്ടുകാരന്റെ അനുഭവങ്ങളും അനുഭവ പാഠങ്ങളും എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. രചന നിർവഹിച്ചത് സുരേഷ് ബാബു കാവാലം. ആലപ്പുഴ പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് അലിയാറം മാക്കിയിൽ പുസ്തകം പ്രകാശനം ചെയ്തു. മാധ്യമപ്രവർത്തകൻ ഹരികൃഷ്ണൻ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. ഈ ദുരന്ത മുഖത്ത് പോലും മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു 2024 നമ്മൾ നിൽക്കുന്നത്. കരിയാൻ പോലും കാത്തു നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. മനുഷ്യനെല്ലാവരും ഒന്നാണ് എന്ന വലിയ സന്ദേശമാണ് ദുരന്തങ്ങളിൽ പലപ്പോഴും പുറത്തേക്ക് വരുന്നതെന്നറിയാം. 2018 മഹാപ്രളയത്തിൽ ആ പ്രളയത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി, അതിൻ്റെ ഇരകൾക്ക് ആശ്വാസം നൽകുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വിഭാഗം ആളുകളും ഉണ്ടായിരുന്നു അല്ലേ. ഗവൺമെൻറ്റിൻ്റെ വലിയ നേതൃത്വവും ഉണ്ടായിരുന്നു. മത്സ്യത്തൊഴിലാളി സമൂഹം ഉൾപ്പെടെ നാട്ടിൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് സിനിമയായപ്പോൾ കൺമുമ്പിൽ തന്നെ ചരിത്രത്തെ വളച്ചൊടിക്കുന്നു എന്നുള്ളത്. 1 നൂറ്റാണ്ടും കൂടെ കഴിഞ്ഞിട്ടായിരുന്നു അത്തരം ഒരു സിനിമയും അത്തരം ഒരു വ്യാഖ്യാനവും എങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റുമായിരുന്നു.
ഇതിൻ്റെ പിന്നിൽ കലാകാരന്മാരും പണവുമാണെന്നുള്ളതാണ് നമ്മളെ വേദനിപ്പിക്കുന്നത്, അല്ലേ? കലാകാരന്മാരുണ്ടല്ലോ, അവരാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. പണത്തിൻ്റെ ഒരു കുത്തൊഴുക്കുണ്ട്. അപ്പോൾ ചരിത്രത്തെ കൺമുമ്പിൽ തന്നെ നിരാകരിക്കുന്ന ഒരു കാലമാണ് ഇതെന്ന് കൂടി കൂട്ടി വായിക്കേണ്ടതുണ്ട്. ചടങ്ങിൽ ഡെൽസൺ എം സ്കറിയ അധ്യക്ഷനായിരുന്നു. അനുജി കെ ഭാസി പുസ്തക പരിചയം നടത്തി. DCC ജനറൽ സെക്രട്ടറി കെ ഗോപകുമാർ, EP അനിൽ, രശ്മി രാജേഷ്, കുട്ടനാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം KG മോഹനൻപിള്ള, പ്രതാപൻ നാട്ടുവെളിച്ചം, ജയൻ ചമ്പക്കുളം, രാജു പള്ളിപ്പറമ്പിൽ, ലേഖ കാവാലം തുടങ്ങിയവർ സംസാരിച്ചു. പുസ്തക രചയിതാവ് സുരേഷ് ബാബു കാവാലം മറുപടി പ്രസംഗം നടത്തി. പത്തനംതിട്ട ജില്ലാ തദ്ദേശ അദാലത്ത് ഓഗസ്റ്റ് 9 വെള്ളിയാഴ്ച നടത്തും. ഓൺലൈൻ അപേക്ഷകൾ ഓഗസ്റ്റ് 5 തിങ്കളാഴ്ച വരെ സമർപ്പിക്കാമെന്ന് ജില്ലാ ഇൻഫർമേഷൻ വകുപ്പിന്റെ അറിയിപ്പിൽ. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന തദ്ദേശ അദാലത്തുകൾക്ക് ആഗസ്റ്റ് 7 തുടക്കമാകും. ജില്ലാ തലത്തിലും തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് കോർപ്പറേഷൻ തലത്തിലുമാണ് പൊതുജന പരാതികളും നിവേദനങ്ങളും തീർപ്പാക്കാനുള്ള അദാലത്തുകൾ നടത്തുന്നത്. അദാലത്തുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആഗസ്റ്റ് 7 രാവിലെ 11 മണിക്ക് തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. പത്തനംതിട്ട ജില്ലാ അദാലത്ത് ആഗസ്റ്റ് 9 വെള്ളിയാഴ്ച പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. www.adalat.lsgkerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ അദാലത്തിലേക്ക് മുൻകൂർ അപേക്ഷ നൽകാം. അദാലത്ത് ദിവസം നേരിട്ട് കേന്ദ്രത്തിലെത്തി പൊതുജനങ്ങൾക്ക് പരാതികളും നിവേദനങ്ങളും സമർപ്പിക്കുവാനും സൗകര്യമുണ്ടായിരിക്കും. മുൻകൂർ ലഭിച്ച അപേക്ഷകൾ എല്ലാ ഉദ്യോഗസ്ഥതല പരിശോധനകളും പൂർത്തിയാക്കിയാകും അദാലത്തിലേക്ക് എത്തുക. ഓഗസ്റ്റ് 5 തിങ്കളാഴ്ച വരെ പത്തനംതിട്ട ജില്ലാ അദാലത്തിലേക്കുള്ള അപേക്ഷകൾ ഓൺലൈനിൽ സമർപ്പിക്കാൻ അവസരമുണ്ടായിരിക്കും. പരമാവധി പരാതികൾക്ക് അദാലത്ത് ദിവസം തന്നെ പരിഹാരം ലഭിക്കുന്ന നിലയിലാണ് സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ശരിയായ നിലയിൽ അപേക്ഷ നൽകിയിട്ടും സമയപരിധിക്കുള്ളിൽ സേവനം ലഭിച്ചിട്ടില്ലെങ്കിൽ അദാലത്തിനെ സമീപിക്കാം. ഇതോടൊപ്പം വിവിധ വിഷയങ്ങളിൽ ജനങ്ങളുടെ പൊതുവായ പരാതികളും അദാലത്ത് സമിതി പരിഗണിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും സമർപ്പിക്കാൻ അവസരമുണ്ട്. കെട്ടിട നിർമ്മാണ പെർമിറ്റ് പൂർത്തീകരണം, ക്രമവത്കരണം, വ്യാപാര വാണിജ്യ സേവന ലൈസൻസുകൾ, ജനന മരണ വിഭാഗ രജിസ്ട്രേഷൻ, നികുതികൾ, ഗുണഭോക്തൃ പദ്ധതികൾ, പദ്ധതി നിർവഹണം, സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, മാലിന്യ സംസ്കരണം, പൊതുസൗകര്യങ്ങൾ, ആസ്തി പരിപാലനം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സംവിധാനങ്ങളുടെയും കാര്യക്ഷമത എന്നീ വിഷയങ്ങളിലുള്ള പരാതികളാണ് നൽകാനാവുക. അതേസമയം ലൈഫ്, അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി എന്നിവയിലേക്കുള്ള പുതിയ അപേക്ഷകളോ ജീവനക്കാരുടെ സർവീസ് വിഷയങ്ങളോ അദാലത്തിൽ പരിഗണിക്കില്ല. അഖില കേരള വിശ്വകർമ്മ മഹാസഭ കുട്ടനാട് താലൂക്ക് യൂണിയന്റെ പൊതുയോഗം മങ്കൊമ്പിൽ ചേർന്നു. സെപ്റ്റംബർ 8 ചെങ്ങന്നൂർ YMCA ഓഡിറ്റോറിയത്തിൽ നടത്തുന്ന ഋഷിപഞ്ചമി ആഘോഷത്തിന്റെ സ്വാഗത സംഘ രൂപീകരണവും ഇതോടൊപ്പം നടത്തി. ഞായറാഴ്ച രാവിലെ 10 യൂണിയൻ പ്രസിഡന്റ് K. ഓമനക്കുട്ടന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ഋഷി പഞ്ചമി ആഘോഷ സ്വാഗത സംഘം ചെയർമാനായി K. ഓമനക്കുട്ടനെയും ജനറൽ കൺവീനറായി യൂണിയൻ സെക്രട്ടറി VP നാരായണൻകുട്ടിയെയും ട്രഷററായി AV സുരേന്ദ്രനെയും തെരഞ്ഞെടുത്തു. വിവിധ കമ്മിറ്റികളിലായി 101 പേരാണ് സ്വാഗത സംഘത്തിലുള്ളത്. ഞായറാഴ്ച ചേർന്ന പൊതുയോഗം ജില്ലാ സ്വാഗത സംഘം ജനറൽ കൺവീനർ ഷാജി അമ്പഴത്തെങ്കിൽ ഉദ്ഘാടനം ചെയ്തു. കുട്ടനാട് നിന്നുള്ള എല്ലാ ശാഖയിലെയും എല്ലാ അംഗങ്ങളും കുടുംബസമേതം മഹാശോഭയാത്രയിലും പ്രധാനത്തിൽ സമ്മേളനത്തിലും പങ്കെടുത്ത് കഴിഞ്ഞ വർഷം നടത്തിയതിലും വളരെ ഗംഭീരമായി തന്നെ നമുക്കിത് നടത്തുന്ന നമ്മുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. കാരണം ഇവിടെ കേന്ദ്രീകരിച്ചായിരുന്നു കഴിഞ്ഞ വർഷത്തെ കുറേ ആൾക്കാർ, ദേവരായ സാറ്, ഞാൻ പേരിട്ട് പറയുന്നത് അങ്ങനെ ഒത്തിരി പേര് നമുക്ക് കുറേ ബന്ധങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ ചേർത്തലയിൽ നിന്ന് ഇവിടുന്ന് കണിച്ചുളങ്ങരയാണ് എൻ്റെ നാട്. അപ്പോൾ അങ്ങനെ ഇവരുമായിട്ടൊക്കെ ഒത്തിരി ബന്ധങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം നാളെ വീണ്ടും അത് പുനഃസ്ഥാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യോഗത്തിൽ ജില്ലാ സെക്രട്ടറി വിനീഷ് ചന്ദ്രൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിശദമായ ചർച്ചകൾക്ക് ശേഷം യുവജന മഹിളാ സമാജം ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. മഹിളാ വിഭാഗം ഭാരവാഹികൾ പ്രസിഡന്റ് ശ്രീമതി ലതാ മനോജ് കോതമംഗലം, വൈസ് പ്രസിഡന്റ് ശ്രീമതി KK കാർത്തിയാനി തിരുവല്ല, ശ്രീമതി K. വിജയമ്മ മാവേലിക്കര, ശ്രീമതി ചന്ദ്രികവല്ലി മീനച്ചിൽ, ജനറൽ സെക്രട്ടറി ശ്രീമതി ബിന്ദു ഹരിദാസ് പത്തനംതിട്ട, സംസ്ഥാന സെക്രട്ടറിമാർ ശ്രീമതി വിമലമ്മ MU കാർത്തികപ്പള്ളി, ശ്രീമതി സരസ്വതി ആലുവ, പുഷ്പ അനിൽ കൊട്ടാരക്കര. ബോർഡ് മെമ്പർമാരായ K. ശശീന്ദ്രൻ, NV നാരായണദാസ്, KP ബിജു, രജനി സുരേന്ദ്രൻ, ലതാ ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വയനാട് ദുരന്തത്തിൽ ദാരുണമായ അന്ത്യം സംഭവിച്ചവർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ടായിരുന്നു യോഗ നടപടികൾ ആരംഭിച്ചത്.
സായി ട്രസ്റ്റ് അമ്പലപ്പുഴയുടെ നേതൃത്വത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. 100-ലധികം പേരാണ് ക്യാമ്പിൽ പങ്കെടുത്ത് ചികിത്സ തേടിയത്. ഞായറാഴ്ച രാവിലെ 9-ന് കിഴക്കേനട ശ്രീ സായി ട്രസ്റ്റ് ഭജന മന്ദിരത്തിൽ ആരംഭിച്ച മെഡിക്കൽ ക്യാമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജി വേണുലാൽ ഉദ്ഘാടനം ചെയ്തു. അവരെല്ലാവരും സമയം കണ്ടെത്തി ആ ജീവകാരുണ്യപരമായ പ്രവർത്തനത്തിന് വേണ്ടി നമ്മളോട് ഒപ്പം ചേരുകയാണ്. നമ്മുടെ ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് ബഹുമാനപ്പെട്ട മുൻ പൊതുമരാമത്ത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ ജി സുധാകരൻ സാറായിരുന്നു. നമുക്കറിയാം, മന്ത്രിയെ സംബന്ധിച്ചുള്ള കൃത്യസമയത്ത് എത്തുന്നയാളാണ്. പക്ഷെ ഇന്ന് രാവിലെ 6 മണിക്ക് തന്നെ ഡോക്ടർ രതീഷ് ബാബുജിയെ വിളിച്ചിരുന്നു സാർ. രതീഷ് ബാബുജി പ്രേയറിലായതുകൊണ്ട് ഫോൺ എടുക്കാൻ കഴിഞ്ഞില്ല. എന്നെ വിളിച്ചായിരുന്നു. പറഞ്ഞു, ഞാനിങ്ങനെ വയനാട് ദുരന്തത്തിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ ഉദ്ഘാടനം ഒന്നും പൊതുവെ ചെയ്യുന്നില്ല, തീർച്ചയായിട്ടും അവരോടത് പറയണം, ഞാൻ വരേണ്ടതായിരുന്നു, ആ ഉദ്ഘാടനത്തിന് ഞാൻ വരുന്നില്ല. ഇവിടെ നമുക്കൊരു ദീർഘമായ പ്രസംഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓരോ ദുരന്തങ്ങൾ വരുമ്പോഴും നമ്മൾ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ പത്രങ്ങളിലൊക്കെ ദുരന്തത്തിൻ്റെ ഭീകരതയെക്കുറിച്ച് കുറച്ച് നാൾ എഴുതും. പക്ഷെ പിന്നെയും അതെല്ലാം നമ്മൾ മറക്കും. അല്ലെ, മറക്കുവാനുള്ള കഴിവുള്ളവരാണ് മനുഷ്യരെന്നത്. പക്ഷെ ഒരിക്കലും മറക്കാൻ പാടില്ല. പ്രകൃതിയെ നോവിച്ചുകൊണ്ടുള്ള യാതൊരു പ്രവർത്തനവും, പ്രകൃതിയില്ലെങ്കിൽ നമ്മളില്ല. പ്രകൃതിയെ നോവിച്ചുകൊണ്ടുള്ള ഒരു എന്താ പറയുക, ഒരു പ്രവർത്തനവും നമുക്ക് പാടില്ല. എനിക്ക് തോന്നുന്നു ഏതാണ്ട് 40 വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിൻ്റെ പ്രിയ കവി ONV കുറിച്ച് ഒരു കവിത എഴുതി. ആ 2 വരി ചൊല്ലി ഞാൻ നടന്നു. ആ കവിത ഭൂമിക്ക് ഒരു ചരമഗീതമാണ്. 40 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി. ആത്മാസ് ചാരിറ്റബിൾ സൊസൈറ്റി ആലപ്പുഴ, എറണാകുളം വെൽകെയർ ആശുപത്രി എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6460 രൂപ, പവന് 51,680 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.